കെ.എസ്.ആർ.ടി.സിയിൽ കയറിയിട്ടുള്ള ഒരു ദുരനുഭവമാണ് ഇവിടെ ഞാൻ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. കറക്റ്റ് ഗുരുവായൂരിൽ നിന്ന് ഉച്ചയ്ക്ക് പറവൂരിലേക്ക് ബസ് കയറി. ഫ്രണ്ടിലൊരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. അതുമായിട്ട് നല്ല രീതിയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബസ്സിനാണെന്നുണ്ടെങ്കിൽ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കട്ട 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 കട്ടേ എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിന് മുമ്പും ഞാൻ യാത്ര നടത്തിയപ്പോൾ ഒരു ബസ്സിന് ഇതേപോലെ സൗണ്ട് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി അവിടെ നിർത്തി. വണ്ടി കേടായി എന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടി എപ്പോഴാണ് നിർത്തുന്നതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്. ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒന്നുമല്ല, കറക്റ്റ് 1:45 ആയിട്ടുള്ളൂ. ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു ടോൾ പ്ലാസയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീണ്ടും വേറൊരു കെ.എസ്.ആർ.ടി.സി ബസ്സുമായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊട്ടി പാറ്റിക്കൊണ്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ബസ്സും. പ്രതീക്ഷിച്ച പോലെ തന്നെ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ വണ്ടി കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു. അതിൽ കയറ്റാൻ പറ്റുമോന്നൊക്കെ നമ്മുടെ കണ്ടക്ടർ ചേച്ചി ആ ഒരു കണ്ടക്ടറോട് ചോദിച്ചു. പക്ഷെ ആ ഒരു ബസ്സിലെ കണ്ടക്ടർ സമ്മതിച്ചില്ല. ചെക്കർ കയറും പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ആ ബസ് ആണെന്നുണ്ടെങ്കിൽ കാലിയായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർന്ന് പറവൂർ വരെ എല്ലാവരും കൊണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ വേറൊരു LS വണ്ടി വന്നു. ഇപ്പൊ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ആ രണ്ട് വണ്ടികളുടെ സൗണ്ട് കേൾപ്പിക്കാട്ടോ. ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ സൗണ്ടും അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്ന ആ കംപ്ലൈന്റ് ആയിട്ടുള്ള വണ്ടിയുടെ സൗണ്ടും നിങ്ങളൊന്ന് നോക്കി. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഒരുമാതിരി സൗണ്ട് ആയിരുന്നു. അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കട്ട കട്ട കട എന്തോ സാധനം വന്നിട്ട് നമ്മൾ കാലൊക്കെ വെക്കുമ്പോൾ ശരിക്കും അതിന്റെ വൈബ്രേഷൻ വരെ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാലിലേക്ക് വന്ന് അടിക്കുന്നത് പോലൊക്കെ ഉണ്ടായിരുന്നു സൗണ്ട്. എന്നിട്ടും ആ ഒരു വണ്ടി കൊടുങ്ങല്ലൂർ വരെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് കയറിയിട്ടുണ്ടായിരുന്ന വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ.